ക്ഷേമ പെൻഷൻ 3000 ഉയർത്തുമെന്ന വാഗ്ദാനം നടപ്പാക്കിയാൽ പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. വർഷം 23,000 കോടിയോളം രൂപ ഖജനാവിന് ബാധ്യത വരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് ഇത് താങ്ങാനാകുമോ എന്നതാണ് ചോദ്യം. ക്ഷേമ പെൻഷൻ 3000 ഉയർത്തുമെന്ന വാഗ്ദാനം നടപ്പിലാക്കി കഴിഞ്ഞാൽ പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയായിരിക്കും. വർഷം 23,000 കോടിയോളം രൂപ ഖജനാവിന് ബാധ്യത വന്നേക്കും. ക്ഷേമ പെൻഷന് നിലവിൽ വേണ്ടിവരുന്ന തുകയേക്കാൾ 7,440 കോടി രൂപ അധികമായി വേണ്ടിവരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് ഇത് താങ്ങാനാകുമോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ ഇത്രയും വലിയൊരു ബാധ്യത ഏറ്റെടുക്കുക സർക്കാരിന് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും. മെച്ചപ്പെട്ട നികുതി പിരിവ്, കേന്ദ്രത്തിൽ നിന്നുള്ള കുടിശ്ശിക തുക നേടിയെടുക്കൽ, മറ്റ് വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കൽ എന്നിവയിലൂടെ മാത്രമേ ഈ തുക ഇനി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. UDF ജനങ്ങൾക്ക് മുമ്പാകെ വെച്ച 5 ഉറപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നത്. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ. 62 ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത്. പ്രതിമാസം 1,240 കോടി രൂപ. വർഷം 14,480 കോടി രൂപയാണ് സർക്കാർ പെൻഷനായി നൽകുന്നത്. ഇടയ്ക്കൊന്ന് മുടങ്ങിയെങ്കിലും 1 രൂപ കുടിശ്ശിക ബാക്കിയാക്കാതെയാണ് ഇടത് സർക്കാർ പടിയിറങ്ങിയത്. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് തുക വകമാറ്റുകയും കടം വാങ്ങുകയുമൊക്കെയാണ് ഇടത് സർക്കാർ ഈ വെല്ലുവിളിയെ മറികടന്നത്. പക്ഷേ പുതിയ സർക്കാരിന് ആ മാതൃക അധികകാലം തുടരാനാവില്ല. അപ്പോഴാണ് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനവും. അത് നടപ്പിലാക്കുന്നത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. പെൻഷൻ തുക 3000 ഉയരുമ്പോൾ പ്രതിമാസം 1,860 കോടി രൂപയാണ് ഖജനാവിന് ബാധ്യത വരുന്നത്. നിലവിൽ വേണ്ടതിനേക്കാൾ 620 കോടി രൂപ അധികം വരും. ഒരു വർഷം വേണ്ടിവരിക 22,320 കോടി രൂപ. നിലവിൽ വേണ്ടതിനേക്കാൾ 7,440 കോടി രൂപയുടെ അധികം. ഇത്രയും ഭീമമായ ബാധ്യത ഏറ്റെടുക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് സാധ്യമാണ്. നികുതി പിരിവ് കാര്യക്ഷമമാക്കിയും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് കൃത്യമായി വാങ്ങിയെടുത്തും വരുമാനം വർദ്ധിപ്പിച്ചു മാത്രമേ ഇത് സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ക്ഷേമ പെൻഷനായി കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് 3000 രൂപ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.